താഴെയുള്ള ഡിനോമിനേറ്ററുകൾ പരസ്പരം സെയിം ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഫ്രാക്ഷൻസ് കൂട്ടുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും താഴെയുള്ള ഡിനോമിനേറ്ററുകൾ സെയിം അല്ലെങ്കിലോ? ഓക്കെ, ഉദാഹരണം 1/2 കൂട്ടണം 1/3 ആണെന്ന് വിചാരിക്കുക. താഴെയുള്ള ഡിനോമിനേറ്ററുകൾ സെയിം അല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ആദ്യം ഒന്നാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ഡിനോമിനേറ്ററുമായി മൾട്ടിപ്പിൾ ചെയ്യുക അഥവാ ഗുണിക്കുക. ഇവിടെ 1/2 ആദ്യത്തെ ഫ്രാക്ഷൻ, അതിൻ്റെ ന്യൂമറേറ്റർ 1 ആണ്. ഈ 1നെ രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്പറായ 1/3 ഡിനോമിനേറ്ററായ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 3 എത്രയാണ്? 3. അത് നമ്മൾ അവിടെ എഴുതി വെക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ന്യൂമറേറ്ററിനെ ഒന്നാമത്തെ ഫ്രാക്ഷൻ നമ്പറിലെ ഡിനോമിനേറ്ററുമായി ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 1 × 2 നമുക്ക് എന്താ കിട്ടുക? 2 ആണ് ഉത്തരം എന്ന് കിട്ടും. അത് നമ്മൾ മുകളിൽ എഴുതി കൊടുക്കുക. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഇടയിലുള്ള ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ ഈ 3ൻ്റെയും 2ൻ്റെയും ഇടയിൽ പ്ലസ് എന്ന ചിഹ്നം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ വരക്കുന്ന വര ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഫ്രാക്ഷൻ നമ്പറിലെയും ഡിനോമിനേറ്ററുകൾ പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യുക അഥവാ ഗുണിക്കുക. 2 × 3 എത്ര നമുക്ക് ഉത്തരം കിട്ടുക? 6 ആണ് ഉത്തരം കിട്ടുക. അത് നമ്മൾ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. ഇനി 3ഉം 2ഉം മുകളിലുള്ള സംഖ്യകൾ 3ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടുന്നു. താഴെയുള്ള ഡിനോമിനേറ്റർ 6 ആയിട്ട് തന്നെ അപ്പുറത്തേക്ക് എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം 5/6 എന്നുള്ള ഉത്തരം കിട്ടുന്നു. അഥവാ താഴെയുള്ള ഡിനോമിനേറ്ററുകൾ സെയിം അല്ലെങ്കിൽ ക്രോസ് ആയി മൾട്ടിപ്പിൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കണക്ക് എന്താവാൻ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഒന്നാമത്തെ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ, രണ്ടാമത്തെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ, പിന്നെ രണ്ടാമത്തെ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ, ഒന്നാമത്തെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ, പിന്നെ രണ്ട് ഫ്രാക്ഷനിലെയും ഡിനോമിനേറ്ററുകൾ പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2/5 + 1/6 എത്രയാണെന്നും 2/4 + 1/3 എത്രയാണെന്നും ഒന്ന് ചെയ്തു നോക്കൂ.